ഹലോ നമസ്കാരം. ആലുവയിൽ ഫാത്തിമയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള മാംഗോ ഡിലൈറ്റ് ആട്ടോ ഇത്. എന്തോ ഭാഗ്യത്തിന് എന്നെ അപ്രോച്ച് ചെയ്യുന്ന മിക്ക ആൾക്കാരും എനിക്ക് ഒട്ടും സ്ട്രെസ്സ് തരാത്ത ആൾക്കാരാണ്. എന്താ പറയുക വെച്ചാൽ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടത്തിനങ്ങ് വിടും. അത്രയും ഒരു ട്രസ്റ്റ് കാണിക്കുമ്പോൾ അതിന് നല്ല ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഒരു ഓർഡർ ആയിരുന്നു ഇതും. ഇന്ന് കേക്കിൻ്റെ കൂടെ ഇപ്പോൾ എന്ത് കഥയെ പറയാമെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ബ്രദറിനെ പറ്റി അധികം പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. ഒരു അമ്മക്കുട്ടി തന്നെയായിരുന്നു കേട്ടോ അവൻ. ഞങ്ങൾ 2 പെൺകുട്ടികളെക്കാൾ കൂടുതൽ മര്യാദക്കാരൻ അവനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ ഒരു മടിയില്ല. അമ്മ വർക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ജോലികൾ ഞങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനാണ് ആദ്യം സ്കൂളിൽ നിന്ന് എത്തുന്നത്. മിക്കവാറും വീട് അടിച്ചു വാരി ഇടുന്നത് അവനായിരിക്കും. ഒരു 8ാം ക്ലാസ്സൊക്കെ എത്തിയ ശേഷം അവൻ്റെ യൂണിഫോം അവൻ തന്നെ കഴുകും. അമ്മ വൈറ്റ് ഷർട്ട് എടുത്ത് ഒന്നുകൂടെ വാഷ് ചെയ്യുമെങ്കിലും കൂടെ അതൊക്കെ ആരും പറയാണ്ട് തന്നെ തനിയെ ചെയ്യണ ഒരു കുട്ടിയായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ 3 പേരും തന്നെയാണ് കഥ പറച്ചിലും കളിയും കുരുത്തക്കേടും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് ഫ്രണ്ട്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്ര തിക്ക് ഫ്രണ്ട്സാണ് അന്ന് ഞങ്ങൾ. അതായത് എല്ലാം ഷെയർ ചെയ്യുന്ന 3 പേര്. കുറച്ച് ഹയർ ക്ലാസ്സൊക്കെ എത്തിയതിന് ശേഷമാണ് അവന് പുറത്ത് കുറച്ച് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവുന്നതും വൈകിട്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണതൊക്കെ. അമ്മ മിക്കവാറും കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആണ്. 6 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ കയറണം എന്നുള്ളതാണ് വീട്ടിലെ റൂള്. അതവൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. ഏതോ ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ എവിടെയോ എന്തിനോ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും അവൻ പറഞ്ഞു, എടോ ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ പോയി നോക്കുമെന്ന്. ഞാൻ നോക്കുമ്പോഴത്തേക്കും മത്തിയൊക്കെ വാങ്ങിച്ച് അവനത് ക്ലീൻ ചെയ്തിട്ട് കറി വെച്ചിട്ടുണ്ട്. ഒരു ചുവന്ന വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന മത്തികളെയാണ് ഞാൻ കാണുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അന്ന് ഞാൻ തന്നെ അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് അവൻ ഇതൊക്കെ തനിയെ ചെയ്തിട്ടുള്ളത്. രാത്രി ഒരു കട്ടിലിൽ 3 പേരും കൂടി കേട്ടോ ഞങ്ങൾ കിടത്തും. ലൈറ്റ് ഓഫ് ചെയ്താലും ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിങ്ങനെ കിടക്കും. കുറേ കഴിഞ്ഞപ്പോൾ അവൻ വേറെ റൂമിലേക്ക് കിടത്താൻ മാറ്റിയിട്ടോ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. രാത്രി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കതകിലിങ്ങനെ മുട്ട് കേൾക്കാം. പുതപ്പൊക്കെ എടുത്തിട്ട്, എടോ എനിക്ക് എന്തോ സ്വപ്നം കണ്ടു എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെക്കന് പേടിയായിരുന്നു ഒറ്റയ്ക്ക് കിടക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ തന്നെ വന്ന് കിടക്കും. ഇന്ന് ഓർത്ത് നോക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം അത് തന്നെയായിരുന്നു. ഇപ്പോൾ പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാട്ടോ. SBIയിലാണ് ജോലി ചെയ്യണത്. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയേ വീട്ടിലേക്ക് എത്തുള്ളൂ. ഞാൻ അവനെ വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ ഇപ്പോൾ. എന്നാലും അവൻ ജോലി ചെയ്തിരുന്ന ബ്രാഞ്ചുകളിലൊക്കെ കസ്റ്റമേഴ്സായിട്ട് പോയിരുന്ന നമ്മുടെ പരിചയക്കാരോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ അച്ഛനോടും അമ്മയോടും ഒക്കെ എത്ര പ്ലെസൻ്റ് ആയിട്ടുള്ള സർവീസ് തരുന്ന ഒരു ഓഫീസറാണ് അവൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും കൈൻഡായിട്ടൊക്കെയുള്ള അവൻ്റെ ബിഹേവിയറിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ അവനെ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ്. നമ്മുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതല്ലേ. മറ്റു പലരും കുട്ടികളെ പറ്റിയിട്ട് വളരെ നല്ല കാര്യങ്ങൾ പറയണമെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ സന്തോഷത്തോടെ അഭിമാനത്തോടെ എൻ്റെ പേരൻസ് അതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്.